സോ ഹലോ ഗൈസ്, കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ഇസ് ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പഴയ ഓർമ്മകൾ പുതുക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ആക്ടിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞു വാവേനെയാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, കുഞ്ഞു വാവ. കുറെ ആയല്ലോ നിർത്തിയിട്ട് പൊക്കൂടെ? അത് ശരിയാ, 5-6 പാർട്ടങ്ങാണ്ടായി രേണുസുതി തന്നെ. കണ്ടന്റ് ഇല്ലാത്തോണ്ടാ ഗൈസ്. ഇന്ന് നമുക്ക് ആ കുഞ്ഞുവാവനെ പിടിച്ചങ്ങ് പിടിഞ്ഞെടുക്കാം. എല്ലാവരും ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലിൽ ഞെക്കിയാൽ വീഡിയോയിലോട്ട് പോവുക. അപ്പൊ ഇവരെ കുറിച്ച് എടുത്തു പറയുമ്പോൾ എല്ലാ ആങ്ങളമാരുടെ പെങ്ങളാണ് കുഞ്ഞു പെങ്ങള്. പക്ഷെ സൈസ് കൊണ്ട് മാത്രം. പ്രായം കൊണ്ട് നോക്കുവാണെങ്കിൽ ഇന്ന് 34 ആവും, നാളെ 34 ആവും, മറ്റന്നാൾ 34 ആവും, അടുത്ത ആഴ്ച 34 ആവും എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം 4 ആവുന്നു. സത്യം പറഞ്ഞ ഇവർക്ക് എത്ര വയസ്സുണ്ട്? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞു 19 ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട്. ആദ്യത്തെ വിവരക്കേട് എന്താണ്? രണ്ടെണ്ണ കുരുവികളെ പോലെ അവർ നിൽക്കുന്നത് കണ്ടില്ലയോ? പലഹാരം നമ്മൾ കൊണ്ടുവന്നു തരാം. ഇത് ആര് കണ്ടാലും മടലെടുത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നത്തില്ലയോ? ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാർ പറയുന്നയാ. ഇത് റൊമാൻറ്റിക് ആയിട്ട് അവർക്ക് തോന്നുമായിരിക്കും. കണ്ടിരിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതല്ല, നമുക്ക് റൊമാൻറ്റിക് തോന്നണമെങ്കിൽ കണ്ണടച്ചിട്ട് പാട്ട് മാത്രം കേൾക്കണം. ഇടയ്ക്ക് വെച്ച് രേണുത്താരംഗം നിന്നെങ്കിൽ ഇപ്പൊ പിന്നെയും കയറിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ പുതിയ ഇന്റർവ്യൂവിനൊക്കെ രേണു ചേച്ചി പോകുന്നുണ്ട്, കാണാം. എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്രയധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ല. സത്യം പറഞ്ഞാൽ ഈ വീടിന്റെ പ്രശ്നമൊക്കെ പറയുന്നിടത്ത് എന്തോ ഒരു ഫോർച്യൂണർ മണക്കുന്നില്ലയോ? ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ എന്റെ ഇത് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി കാണാം. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്നത് തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, അവൻ പഠിക്കാൻ പോയേക്കുവാണ്. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന തന്നെ ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം. അതിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചെന്നാ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താണെന്ന് പറഞ്ഞോളൂ. വീടിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞതല്ല, തീർച്ചയായിട്ടും. അത് റോഹാൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ല, ഈ ഫോർച്യൂണറിനകത്ത് തന്നെ എന്തോ ഇരിക്കുന്നത് എല്ലാവരും ഇത് മേടിക്കാൻ. ഈ കാര്യമായിട്ട് ഞാൻ ചേരത്തില്ല. കാരണം രേണു ചേച്ചി ആയതുകൊണ്ട് വേറെ കാറായിരിക്കും എടുക്കുന്നത്. ഫോർച്യൂണർ എടുക്കത്തില്ല, വെറൈറ്റി പിടിക്കാനായിട്ട്. എനിക്ക് വന്ന് ഇടയ്ക്ക് വെച്ച് രേണു ചേച്ചി ഏറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയതോടെ രേണു ചേച്ചിയുടെ പ്രോഗ്രാംസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് കത്തിക്കയറാൻ വേണ്ടിയാ ഈ പ്രോബ്ലം എടുത്തിട്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് അകത്ത് വീടുന്നതിന്റെ പ്രശ്നമായിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഇല വീണ് തൂത്ത് കളയേണ്ട വന്നാൽ പോലും അത് പ്രശ്നമായിട്ട് പറയാനേ രേണു ചേച്ചിക്ക് നേരം കാണത്തുള്ളൂ. രേണു ചേച്ചിക്ക് പ്രോഗ്രാം ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. പക്ഷേ ഈ പൈസയൊക്കെ അങ്ങോട്ട് വന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമുക്കത് തിരക്കേണ്ട ആവശ്യമില്ല, കാരണം പുള്ളിക്കാരുടെ പേഴ്സണൽ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് അടുത്ത റീൽ പ്ലേ ചെയ്യാം. ഈ പാട്ട് ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഈ റീൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഈ പാട്ട് ഉപയോഗിക്കാൻ നിൽക്കത്തില്ല. ചേച്ചിയുടെ തൊലിക്കട്ടി. കാണ്ടാമൃഗത്തിനെ കത്തി വെച്ച് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറും. ഇതിനെ എന്താ വെച്ച് കുത്തിക്കഴിഞ്ഞാലും നിന്റെ രോമത്തിൽ തൊടത്തില്ല. സത്യം പറഞ്ഞാൽ കളിയാക്കി അത് മനസ്സിലാക്കാനുള്ളൊരു ഇല്ല. ഓക്കെ, അടുത്ത നോക്കാം. പിന്നെ ദാസേട്ടനും രേണുസുതിയും റൊമാൻറ്റിക് സൂപ്പർ ഹീറോസ്. പണ്ടൊക്കെ ദാസേട്ടൻ വിവരക്കേട് കാണിച്ചിടുമെങ്കിലും അതൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ ഇവരില്ലാത്ത റീൽസും ഇല്ല. എനിക്ക് തോന്നുന്നില്ല ഇനി പഴയ ഫോം ഒന്ന് ദാസേട്ടൻ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഓക്കെ, അടുത്ത എന്തുവാ? ഞാൻ പറഞ്ഞിട്ട് 26 തോന്നിക്കും. പക്ഷെ കാണുന്നവന് കണ്ണിന് തിമിരം ബാധിച്ചവനായിരിക്കണം. സത്യം പറഞ്ഞാൽ കളിയാക്കിയത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ആ പാവ രേണു ചേച്ചിക്കില്ല. അതിനുള്ള ബുദ്ധിയെങ്കിലും ദൈവത്തിന് ആ ചേച്ചിക്കൊന്ന് കൊടുത്തുകൂടായിരുന്നോ? ഇനി നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. രേണു ചേച്ചിയുടെ ബ്രെയിനും അല്ല അത്ഭുതം സംഭവിച്ച് ബുദ്ധി കിട്ടാൻ വേണ്ടി നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം, അതേ പറ്റത്തുള്ളൂ. അടുത്ത എന്തുവാ? ഇവിടെ താമസിച്ചോ? ഇവിടെ കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഇത്രയും ആക്ഷേപിക്കുന്ന മനുഷ്യരും എല്ലാവരും ഈ മലയാളികൾ കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ പൈസ മുടക്കിയ എല്ലാത്തിന്റെ കണ്ടന്റ് ഒന്നും തന്നെ വീട്ടിൽ വെള്ളം കയറുന്നത്. യൂട്യൂബുകാരെ പോലെ തന്നെ രേണു ചേച്ചിക്ക് ഇപ്പൊ കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതുകൊണ്ടാണ് ഇതേ തപ്പി കേസൊക്കെ കൊണ്ടിറക്കുന്നത്. എന്തായാലും രേണു ചേച്ചി ഏറി കയറിയത് പോരാതെ ഈ പുള്ളിക്കാരനും ഇപ്പൊ ഏറില്ല. എന്തായാലും രേണുതരംഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് വീഡിയോ ഇട്ട് പോയാൽ പറ്റും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേരെ. 2K സബ്സ്ക്രൈബേഴ്സ് ആണ് ടാർഗറ്റ്. ബെല്ലി എനേബിൾ ചെയ്തിടണം, എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ വരത്തുള്ളൂ. പിന്നെ ഈ ഐഡി ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.